ഫസ്റ്റ് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പേൾ ക്രീമാണ്, നല്ലൊരു ബട്ടർ ക്രീമാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. അതിൽ നല്ല മൾട്ടി കളറിൽ സോഫ്റ്റ് കളേഴ്സിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിക്ക്. സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ ക്രഷ് ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പം ഒരു ഹാഫ് പോർഷനിലായിരിക്കും ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ബോഡി കംപ്ലീറ്റ് നല്ലൊരു സ്റ്റാറിന്റെ പാറ്റേണിലാട്ടോ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. ഒരു ബേബി പിങ്ക് പീച്ച് ആ ഒരു കോമ്പിനേഷനിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ടെക്സ്ചർ കണ്ടോ സാരിയുടെ, നല്ലൊരു ക്രഷ് ഓർഗൻസയാണ്. ക്ലോസറിലെ ആ ഒരു ടെക്സ്ചറിന്റെ ഒരു ഫീൽ കണ്ടോ. ഈ ഒരു പാറ്റേണിലാണ് ഫാബ്രിക് വരുന്നത്. ഇതായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. സോഫ്റ്റ് ക്രഷ് ഓർഗൻസയിൽ നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേസ്റ്റൽ പിങ്ക് ആണ്, ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് ഹോളി കമ്മ്യൂണിയനും ബാപ്റ്റിസം പോലുള്ള ഫംഗ്ഷനെല്ലാം ആപ്റ്റ് ആണ് കേട്ടോ. ബേബി ഗേൾ എല്ലാം ആണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിൽ അമ്മമാർക്ക് ഡ്രേപ്പ് ചെയ്യാം സാരി. അതേ സ്റ്റൈലിൽ തന്നെ വളരെ സോഫ്റ്റ് കളർ പാലറ്റിൽ തന്നെ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ വരുന്നുണ്ട്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു. ക്രഷ് ഓർഗൻസയിൽ നല്ല സോഫ്റ്റ് കളേഴ്സിലായിരുന്നു എല്ലാ സാരീസും വന്നത്. ലാസ്റ്റ് സാരി ആട്ടോ, ഇതും ഒരു ബ്ലെൻഡഡ് ടോണിൽ ഒരു മെറ്റാലിക് ടോണിലാണ് സാരി വരുന്നത്. ലാവൻഡർ ഗ്രേ ആണ്, ലാവൻഡറും ഗ്രേയും കൂടിയുള്ള ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് ബോഡി കംപ്ലീറ്റ് വന്നിട്ട് ഡബിൾ സൈഡിലും സോഫ്റ്റ് കളേഴ്സിലുള്ള ഫ്ലോറൽ പാറ്റേണിൽ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരുന്നത്. സെയിം അതേ വർക്ക് തന്നെ പല്ലു, ബ്ലൗസ്.